ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പുട്ട് തയ്യാറാക്കിയാലോ. വളരെ ഡിഫറൻ്റ് ആണ്. ഒരു കറിയും വേണ്ട, നമുക്ക് ഈ പുട്ട് കഴിക്കാനായിട്ട് അത്രയും രുചിയാണ് കേട്ടോ. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നമ്മളിവിടെ 1 കപ്പ് അരിപ്പൊടി, അതായത് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതേ അളവിൽ തന്നെ നമ്മൾ പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പാലൊഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ പുട്ടൊന്ന് നനച്ചെടുക്കണം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതിലേക്കാണ് നമ്മളിനി ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്ത് പാകത്തിന് നനച്ചെടുക്കുന്നത്. പുട്ടിന് ഫുള്ളായിട്ട് ഒരു നനവ് കിട്ടുന്നോളം നമ്മളിനി പാലൊഴിച്ച് തന്നെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. ഇത് പുട്ട് പാകത്തിന് തന്നെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുക്കാം. അതിൽ ഈർപ്പം ഒരുപാട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തട്ടി വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈർപ്പം പോവില്ല, നല്ലപോലെ നനഞ്ഞ് തന്നെ ഇരുന്നോളും. നമുക്കിനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് പുട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ള തേങ്ങ ചെറുതായിട്ട് നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് 1 മുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മൂപ്പിച്ചല്ല എടുക്കുന്നത്. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാകണം. നെയ്യ് എല്ലാ ഭാഗത്തൊന്ന് പിടിക്കണം, അത്രയും മാത്രം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താണ് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ തേങ്ങയ്ക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങ നന്നായിട്ട് നെയ്യിൽ കിടന്നൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പുട്ട് നമ്മൾ ഈ തേങ്ങയുടെ കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് തേങ്ങയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ടിന്. വേണമെങ്കിൽ തേങ്ങ ഫുള്ളായിട്ട് പുട്ടിൻ്റെ പൊടിയുടെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ പുട്ടുപൊടിയിലേക്ക് തേങ്ങയുടെ പകുതി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഇനി പുട്ടുകുറ്റി നിറയ്ക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. പുട്ടിന് നനവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പാല് തളിച്ചു കൊടുത്താൽ മതി. ഇത് വീണ്ടും നമുക്ക് പാല് തളിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. തേങ്ങയിട്ട് നന്നായിട്ട് പുട്ട് ഇതുപോലെ വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുട്ട് തയ്യാറാക്കാം. ഇത് നമ്മൾ ആദ്യമേ തന്നെ പുട്ടുകുറ്റി നമ്മൾ വെള്ളം നിറച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പുട്ട് നിറച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് സാധാ പുട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ തേങ്ങ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അരിപ്പൊടി നിറച്ച് ഇവിടെ പാകത്തിന് നമുക്കിതൊന്ന് നിറച്ചെടുക്കാം. പുട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല തിളച്ച് മറിയുന്ന പുട്ടുകുറ്റിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് ആവി വന്നാൽ നമ്മുടെ പാൽപുട്ട് റെഡിയാണ്. ഇത് നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ പുട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കഴിക്കുവാണെങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നത്. നല്ല ചൂടോടുകൂടി കഴിക്കുവാണെങ്കിൽ കറിയും വേണ്ട, അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പുട്ടൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർ പോലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ബാക്കിയുള്ള പൊടിയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് അങ്ങനെയല്ല നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. ഇത് നമ്മുടെ പുട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്